വാർത്തകളിലേക്ക് വിശദമായി. പി കെ കുഞ്ഞാലിക്കുട്ടി സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് എംപി സ്ഥാനം രാജിവെച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് ലീഗ് നേതൃത്വം അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടിയും എം കെ മുനീറും വാർത്തയിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ഫാദർ തോമസ് കോട്ടൂരിനെയും സിസ്റ്റർ സെഫിയെയും കോടതിക്ക് പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇരുവരെയും വൈദ്യപരിശോധനയ്ക്ക് ശേഷമാകും ജയിലിലേക്ക് മാറ്റുക. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വണ്ടി ഏറി ഇറങ്ങി കാലിക്കൂടെ അഭയ കൊലക്കേസിൽ കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ച ഫാദർ തോമസ് കോട്ടൂരിനെയും സിസ്റ്റർ സെഫിയെയും കോടതിയിൽ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് കണ്ടത്. വി എസ് അനുവാണ് വിവരങ്ങളുമായി ചേരുന്നത്. അനു, ഇരുവരെയും കോടതി നടപടികൾക്ക് ശേഷമാണ് ഇപ്പോൾ പുറത്തേക്ക് ഇറക്കിയിരിക്കുന്നത്. ഇവരെ നേരെ ആശുപത്രിയിലേക്കാണോ കൊണ്ടുപോകുന്നത്? തരുൺ, ഇപ്പോൾ രണ്ടുപേരെയും കോടതിക്ക് പുറത്തേക്ക് ഇറക്കിയിരിക്കുന്നു. ഇതിൽ ഇതിൽ ഒന്നാം പ്രതി തോമസ് കോട്ടൂരിനെയും പൂജപ്പുര സെൻട്രൽ ജയിലിലേക്കും സിസ്റ്റർ സെഫിയെ അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇന്നത്തെ പോലെ ഇന്നലെ ഈ കോവിഡ് പരിശോധന ഉൾപ്പെടെ ഉള്ളവ നടന്നതിനാൽ ഇന്ന് മെഡിക്കൽ പരിശോധന ഉള്ളവ ഉണ്ടായിരിക്കില്ല. പകരം പ്രതികളെ നേരിട്ട് ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അല്പസമയത്തിനകം ഇരുവരെയും ജയിലുകളിൽ എത്തിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായിരുന്നാലും അല്പസമയം മുമ്പാണ് ഈ കോടതി നടപടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയായത്. അതിനുശേഷം ഇപ്പോൾ പ്രതികളെ തിരുവനന്തപുരത്തെ വിവിധ ജയിലുകളിലേക്ക്, അതായത് സെഫിയെ അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്കും തോമസ് കോട്ടൂരിനെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്കും മാറ്റുകയാണ്. പ്രതികളുമായി പോകുന്ന വാഹനങ്ങളാണ് ഇപ്പോൾ മുന്നിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. തരുൺ, അഭയ കൊലക്കേസ് വിധിക്ക് ശേഷം ഇപ്പോൾ പ്രതികളായ തോമസ് കോട്ടൂരിനെയും സിസ്റ്റർ സെഫിയെയും കോടതി നടപടിക്രമങ്ങൾക്ക് ശേഷം പുറത്തേക്ക് ഇറക്കിയിരിക്കുന്നു. ഇതിൽ ഫാദർ തോമസ് കോട്ടൂരിനെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്കും സിസ്റ്റർ സെഫിയെ അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്കുമാണ് കൊണ്ടുപോകുന്നത്. ഇന്നലെ തന്നെ പ്രതികളുടെ വൈദ്യപരിശോധന പൂർത്തിയായിരുന്നു. അതിനാൽ തന്നെ നേരിട്ട് ജയിലിലേക്കാണ് ഇരുവരെയും മാറ്റുന്നത്. പി കെ കുഞ്ഞാലിക്കുട്ടി സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് എംപി സ്ഥാനം രാജിവെച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് ലീഗ് നേതൃത്വം അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടിയും എം കെ മുനീറും തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമെന്നും ലീഗ് നേതൃത്വം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇവിടുത്തെ ഒരു പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് കേരള രാഷ്ട്രീയത്തിലേക്ക് മുഴുവൻ സമയ പ്രവർത്തകനായിട്ട് തിരിച്ചു വരണം എന്ന് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതടിസ്ഥാനത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഉള്ള തീരുമാനമുണ്ട്. ആ തീരുമാനത്തോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മലപ്പുറം ലോക്സഭ തെരഞ്ഞെടുപ്പ് കൂടി നടത്താനുള്ള അറേഞ്ച്മെന്റ് ചെയ്യാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ തീരുമാനം മുസ്ലിം ലീഗിന്റെ ഉന്നതാധികാര സമിതി എടുക്കുകയും ഇന്നത്തെ പ്രവർത്തക സമിതി അതിന് അംഗീകാരം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി സംസാരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. സ്പിരിറ്റ് എന്ന് പറയുന്നത് അധിക സമയം കേരളത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. അത് ഇനി നോക്കി പാർട്ടി നേതൃത്വം പറയുന്ന അല്ല, അതാത് സമയത്ത് എന്ത് ചെയ്യണം എന്നുള്ളത് പാർട്ടി നേതൃത്വം പറയും, തങ്ങൾ പറയും. ഇതിപ്പോൾ കൂടുതൽ സമയം അതിൻ്റെ സ്പിരിറ്റ് അതാണ്. പാർട്ടി തീരുമാനം അല്ലാതെ വെച്ചാൽ വ്യക്തികളുടെ അഭിപ്രായത്തിന് വലിയ പ്രാമുഖ്യമില്ല. പാർട്ടി തീരുമാനം. പാർട്ടി എന്താ തീരുമാനിക്കുന്നത് അതാണ് ഓരോ വ്യക്തികൾക്കും ഓരോ മെമ്പർക്കുള്ളത്. അത് പ്രകാരമാണ് കുഞ്ഞാലി സാഹിബിന് താല്പര്യം ഇല്ലെങ്കിൽ പോലും പാർട്ടി പറഞ്ഞതിനനുസരിച്ചാണ് അതിനെ അംഗീകരിക്കാറ്. വളരെ അല്ല, യു ഡി എഫിന് ചെറിയ ഒരു തിരിച്ചടി ഉണ്ടായ ഒരു സമയത്ത് എന്ത് ചെയ്യണ്ട എന്നുള്ളത് പാർട്ടി കമ്മിറ്റിയും അതിൻ്റെ അധ്യക്ഷൻ തങ്ങളും അല്ലേ തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങൾ അനുസരിക്കുക എന്നുള്ളതാണ് ലീഡേഴ്സിൻ്റെ ചുമതല. മുൻകൂട്ടി നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ ഇല്ല എന്നല്ല പിന്നെ ഉണ്ടെന്ന് പറയാൻ പറ്റും. തീരുമാനിച്ചാലല്ലേ പറയാൻ പറ്റും.
അല്ല, അസംബ്ലിയിലേക്ക് മത്സരിക്കുകയാണ്. അസംബ്ലി മത്സരിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിക്കും. അതിന്റെ മൊഡാലിറ്റീസ് പിന്നീട് വെയിറ്റ് ആൻഡ് സീ. എല്ലാം നമ്മളുണ്ടല്ലോ അവിടെ, ഡീറ്റെയിൽസ് തരാം. അല്ലേ, അത് പാർട്ടി ആലോചിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കൂടെ നടത്താൻ വേണ്ടിയാണ്. അതിന്റെ ഡീറ്റെയിൽസ് വർക്കൗട്ട് ചെയ്തത്. അതെ, എല്ലാം വരുന്നുണ്ട്. എല്ലാം റെഡിയാണ്. നമ്മളതിന്റെ എല്ലാ ഡീറ്റെയിൽസും തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വർക്കൗട്ട് ചെയ്തത്. ഓക്കെ. ഈ സാമ്പത്തിക സംവരണ വിഷയത്തിൽ മുസ്ലിം ലീഗ് മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? UDF ഒരേ നിലപാട് ഈ വിഷയത്തിന് ആവശ്യമില്ല. അല്ല, ഞാൻ പറയാം. UDF ഈ വിഷയത്തിൽ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ മാനിഫെസ്റ്റോയിൽ വ്യക്തമായ നിലപാട് പറഞ്ഞത് UDFന്റെ മാനിഫെസ്റ്റോ കിടക്കുന്നുണ്ട്. സാമ്പത്തിക സംവരണം ഒരു വിധത്തിലും പറ്റൂല എന്നൊന്നും അല്ല അതിൽ പറഞ്ഞത്. ഈ വിഷയത്തിലൊക്കെ ബന്ധപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് തെറ്റിദ്ധാരണ മാറ്റുന്ന രീതിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ ഒരു സമന്വയം ഉണ്ടാക്കണം എന്നുള്ളതാണ് നമ്മളെ കാഴ്ചപ്പാട്. അതിന് വേണ്ട ചർച്ച സാമ്പത്തിക സംവരണത്തെ അനുകൂലിക്കുന്ന ആളുകളുമായിട്ട് ഞങ്ങൾ നടത്തും. അവരെ കൺവിൻസ് ചെയ്യും. ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ ഇടതുപക്ഷം ഇപ്പോൾ ഇംപ്ലിമെൻ്റ് ചെയ്ത മാതിരിയല്ല വേണ്ടത്. അപ്പോൾ ഇടതുപക്ഷം ഇംപ്ലിമെൻ്റ് ചെയ്ത ഫോർമുലയോട് NSS യോജിക്കുന്നില്ലല്ലോ. എന്താ കാരണം? അത് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല. കാരണം അവരുടെ ടേമിൻ്റെ അവസാനം കൊണ്ടുപോയി ഇലക്ഷൻ്റെ കാലത്ത് ഒരു പ്രഖ്യാപനം നടത്തി എല്ലാവരെയും തമ്മിലടിപ്പിക്കുക ചെയ്യുന്നത്, അല്ലാതെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയല്ല. ഞങ്ങൾ ആത്മാർത്ഥമായി ആ കാര്യത്തിൽ ചർച്ച നടത്തിയിട്ട് ഞങ്ങൾ കൂട്ടായ തീരുമാനം. ഇത് ആവശ്യത്തിന് ചോദ്യമായി. ഇനിയിപ്പോൾ നമ്മൾ വിചാരിച്ച ഒരു ഉത്തരം കിട്ടുവോളം ചോദിച്ചുകൊണ്ട് എന്നാ പറയുന്നത്. അല്ല, നമ്മള് വോട്ടർ പട്ടിക വോട്ടർമാർ ചേർക്കുന്ന സമയമാണ്. നമ്മളിപ്പോ മത്സരിക്കണ PK കുഞ്ഞാലിക്കുട്ടി നിയമസഭയിലേക്ക് മത്സരിക്കും. സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് കുഞ്ഞാലിക്കുട്ടി മടങ്ങിയെത്തുന്നു. വീണ്ടും MP സ്ഥാനം അദ്ദേഹം രാജിവെക്കും. മുസ്ലിം ലീഗ് സംസ്ഥാന സമിതിയുടേതാണ് തീരുമാനം. ഇക്കാര്യം ഔദ്യോഗികമായി തന്നെ ലീഗ് നേതൃത്വം പ്രഖ്യാപിക്കുകയും ചെയ്തു. വിശദാംശങ്ങളുമായി മുഹമ്മദ് ഷഹീദ് ചേരുന്നു. ഷഹീദ്, നേരത്തെ ചില അടക്കം പറച്ചിലുകൾ ഉണ്ടായിരുന്നു കുഞ്ഞാലിക്കുട്ടി നിയമസഭയിൽ മത്സരിക്കുമെന്നൊക്കെ. ഇപ്പോൾ ലീഗ് ഔദ്യോഗികമായി ഇക്കാര്യം പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാകാം ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് മുസ്ലിം ലീഗ് എത്തിച്ചേർന്നത്? സരുൺ, ലീഗ് രാഷ്ട്രീയം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവർ ഇത് ഏറെക്കുറെ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു. കാരണം 2 മാസം മുമ്പാണ് മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതി യോഗം ചേർന്ന് ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കാൻ വേണ്ടി കുഞ്ഞാലിക്കുട്ടിയോട് നിർദ്ദേശിക്കുന്നത്. ഒപ്പം സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. അതേ തുടർന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ ചുമതല കുഞ്ഞാലിക്കുട്ടിക്കായിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതായത് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശനം 2 മാസം മുമ്പ് തന്നെ നടന്നിരുന്നതാണ്. ഇതിനി ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം ഇന്നുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് MP സ്ഥാനം രാജിവെക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. ഒപ്പം നിയമസഭയിലെ കുഞ്ഞാലിക്കുട്ടി മത്സരിക്കുമെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. E. അഹമ്മദിന്റെ മരണത്തെ തുടർന്നാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിക്കുകയും അദ്ദേഹം MP ആയി മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ MP ആയി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തത്. പിന്നീട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മാറി നിൽക്കുമെന്നൊരു പ്രചരണമുണ്ടായിരുന്നു. അതായത് അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിൽ നിന്നും മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചു. പക്ഷേ പിന്നീട് നടന്ന പൊതു തിരഞ്ഞെടുപ്പിൽ നിന്ന് അദ്ദേഹം മാറി നിൽക്കുമെന്നൊരു വാർത്തകളൊക്കെ പ്രചരിച്ചു. പക്ഷേ അത് തള്ളിക്കൊണ്ട് അദ്ദേഹം മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ദേശീയ രാഷ്ട്രീയത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷേ പിന്നീട് സംഭവിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UPAക്ക് വലിയ തോതിലുള്ള മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചില്ല. BJP നേതൃത്വത്തിൽ NDA വീണ്ടും അധികാരത്തിൽ വരുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം പിന്നീട് കുഞ്ഞാലിക്കുട്ടി മനസ്സുമാറുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതായത് ദേശീയ രാഷ്ട്രീയത്തിൽ ഇനി തനിക്കൊന്നും ചെയ്യാനില്ല, സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരണമെന്നൊരാഗ്രഹം അദ്ദേഹം കുറച്ചു കാലമായി പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ പാർട്ടിക്കുള്ളിൽ അതിനെതിരെ വലിയ എതിർപ്പുണ്ടായിരുന്നു.
അബ്ദുൽ വഹാബ്, എം കെ മുനീർ ഉൾപ്പെടെയുള്ള KM ഷാജി ഉൾപ്പെടെയുള്ളവർ ശക്തമായ എതിർപ്പ് പാർട്ടിക്കുള്ളിൽ മടങ്ങി വരുന്നതിനെ, പി കെ കുഞ്ഞാലിക്കുട്ടി മടങ്ങി വരുന്നതിനെ എതിരെ ഉയർത്തിയിരുന്നു. പക്ഷേ ആ എതിർപ്പിനെ അദ്ദേഹത്തിന്റെ പാർട്ടിക്കുള്ളിലുള്ള അദ്ദേഹത്തിന്റെ മേൽക്കൈ വെച്ച് അതിനെ മറികടക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ ആദ്യഘട്ടമായാണ് സംസ്ഥാനത്തിൽ ചുമതല അദ്ദേഹം ഏറ്റെടുക്കുന്നത്. അതിന് പിന്നാലെ 2 മാസത്തിന് ശേഷം ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരുമെന്ന് തീരുമാനിക്കുകയും അല്ലെങ്കിൽ അത് ഔദ്യോഗികമായി പറയുകയും ചെയ്തിരിക്കുന്നു. അഡ്വക്കേറ്റ് ജയശങ്കർ കൂടിച്ചേരുന്നു. ശ്രീ ജയശങ്കർ, നേരത്തെ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അപ്പോൾ കുഞ്ഞാലിക്കുട്ടി, കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അപ്പോഴും കുഞ്ഞാലിക്കുട്ടി, ഇപ്പോൾ ഇതാ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വീണ്ടും കുഞ്ഞാലിക്കുട്ടി രംഗത്തിറങ്ങുന്നു. എന്തുകൊണ്ടാകാം ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് ലീഗ് നേതൃത്വം നീങ്ങിയത്? അല്ല, ശ്രീ കുഞ്ഞാലിക്കുട്ടി ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരികയാണ് എന്നൊരു പ്രഖ്യാപനം നേരത്തെ, അത് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ലീഗ് നേതൃത്വത്തിൽ നിന്ന് കിട്ടിയും അദ്ദേഹം സംസ്ഥാന നേതൃത്വത്തിലേക്ക് തിരിച്ചു വരിക. സംസ്ഥാന നേതൃത്വത്തിലേക്ക് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം, മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ മന്ത്രിയാകുക എന്നുള്ളതാണ് അതിന്റെ മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള അർത്ഥം. സ്വാഭാവികമായിട്ടും അദ്ദേഹം ഇനിയിപ്പോ ദേശീയ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ദൗത്യമൊന്നും പൂർത്തീകരിക്കാനില്ല എന്ന് തോന്നിയതുകൊണ്ടായിരിക്കണമല്ലോ അദ്ദേഹം സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരും. അതിനാണ് സാധ്യത. അദ്ദേഹം വീണ്ടും മന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നു. ലീഗിന്റെ പാർലമെന്ററി പാർട്ടി ലീഡർഷിപ്പ് അദ്ദേഹം ഏറ്റെടുക്കും എന്നാണ് ഇതിന്റെ അർത്ഥം. ശ്രീ ജയശങ്കർ, ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടി UDF-ന് കനത്തൊരു ആഘാതം സൃഷ്ടിച്ചിരുന്നു. ഈ ആഘാതം മറികടക്കാൻ വേണ്ടി ഉള്ള ഒരു നീക്കമാണ് ഇപ്പോൾ UDF-ന്റെ ഭാഗത്ത്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞുകൂടാ. ആ രീതിയിൽ പറയുന്നതിൽ വലിയ അർത്ഥമില്ല എന്ന് മാത്രമല്ല, ഇത് വേറൊരു തരത്തിൽ വലിയ ദുർവ്യാഖ്യാനത്തിന് ഇടവരും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ ചില പ്രത്യേക കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് കുഞ്ഞാലിക്കുട്ടി സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരുന്നത് കേരള മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും കുറഞ്ഞ പക്ഷം അദ്ദേഹം ഉപമുഖ്യമന്ത്രി സ്ഥാനമെങ്കിലും ആവശ്യപ്പെടും. അപ്പോൾ കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ കുറച്ച് പരിതാപകരമായ രീതിയിലായതുകൊണ്ട് തീർച്ചയായിട്ടും കുഞ്ഞാലിക്കുട്ടിയുടെ ആവശ്യം അംഗീകരിക്കേണ്ടതായിട്ട് വരും. ഈ കഴിഞ്ഞ ദിവസം പോലും നമ്മുടെ ഡിവൈഎഫ്ഐയുടെ ദേശീയ പ്രസിഡന്റ് ഒരു ചാനലിൽ പറയുന്നതും കേട്ടു, ഇനിയിപ്പോ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടിയായിരിക്കും പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിലുള്ള പരാമർശം. ഈ മാർക്സിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളൊക്കെ ഇത് വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട്. കുഞ്ഞാലിക്കുട്ടി കേരള മുഖ്യമന്ത്രിയാകാൻ ശ്രമിക്കും, അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രിയെങ്കിലും ആകും എന്ന രീതിയിലുള്ള പ്രചരണം നടത്തുന്നു. തീർച്ചയായിട്ടും സാമുദായിക അല്ലെങ്കിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് നമുക്കറിയാം. പക്ഷെ ആ രീതിയിലൊരു പ്രചരണം നിലവിൽ തന്നെ ഉണ്ട്. അങ്ങനെ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം ഈ പാർലമെന്റ് അംഗത്വം ഉപേക്ഷിച്ച് നിയമസഭയിലേക്ക് മത്സരിക്കുമെന്ന് പറഞ്ഞാൽ അത് കൊടുക്കുന്ന സന്ദേശം വേറൊരു രീതിയിലായിരിക്കും. ശ്രീ ജയശങ്കർ, അതോടൊപ്പം തന്നെ നേരത്തെ MLA ആയിരിക്കുമ്പോൾ രാജിവെച്ച് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നു, പിന്നീട് ഇപ്പോഴിതാ MP ആയിരിക്കുമ്പോൾ അത് രാജിവെച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. ഈ ഒരു പ്രവണത ഈ രാഷ്ട്രീയത്തിൽ നല്ലതാണോ, അല്ലെങ്കിൽ താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? അത് സ്വാഗതാർഹമായ അല്ലെങ്കിൽ അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു പ്രവണതയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ ചില സന്ദർഭങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടാകുന്നുള്ളൂ. KK ആന്റണിയെ പോലെ ആദർശധീരനായിട്ടുള്ള ആളുകൾ പോലും പാർലമെന്റ് അംഗമായിരിക്കുമ്പോൾ നിയമസഭയിലേക്ക് കേരള സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരും. പിന്നീട് പാർലമെന്റ് അംഗത്വം രാജിവെച്ച് നിയമസഭയിലേക്ക് മത്സരിക്കുകയൊക്കെ ചെയ്ത അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ മറ്റു പല നേതാക്കന്മാരും ചെയ്തിട്ട് കുഞ്ഞാലിക്കുട്ടി ചെയ്യുമ്പോൾ മാത്രം പ്രത്യേകിച്ച് ഒരു പതിത്വമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നന്ദി ശ്രീ ജയശങ്കർ പ്രതികരിച്ചതിന്. ഷഹീദ് തുടരുന്നു. ഷഹീദ്, ഈ ലീഗിൽ ഒറ്റക്കെട്ടായുള്ള തീരുമാനമാണ് ഇതെന്ന് പറയാനാകുമോ? നേരത്തെ തന്നെ 2ഉം 3ഉം തവണ മത്സരിച്ചവർ മാറി നിൽക്കണമെന്ന ശക്തമായ അഭിപ്രായം ലീഗിനുള്ളിൽ ഉയർന്നു വന്നിരുന്നു. ഇത് കാരണം തന്നെ ഇനിയും ലീഗിനുള്ളിൽ ഇത് ഒറ്റക്കെട്ടായുള്ള അഭിപ്രായമാണെന്ന് നമുക്ക് കരുതാൻ സാധിക്കുമോ? സരുൺ, ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഏത് രീതിയിലാണ് ആ തീരുമാനം ഉണ്ടായിരിക്കുന്നത് ഇനിയും നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല. അതായത് കുഞ്ഞാലിക്കുട്ടി സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ലീഗിൽ രൂപപ്പെട്ട രാഷ്ട്രീയ സാഹചര്യം അങ്ങനെ ആയിരുന്നില്ല. അത് അദ്ദേഹത്തിന് വരവ് എളുപ്പമാകുന്ന രീതിയിലായിരുന്നില്ല ലീഗിന്റെ ആഭ്യന്തര രാഷ്ട്രീയം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അബ്ദുൽ വഹാബ് ഉൾപ്പെടെയുള്ള മുതിർന്ന ലീഗ് നേതാക്കന്മാർ തന്നെ വളരെ കൃത്യമായ രീതിയിൽ എതിർപ്പ് ഉന്നയിച്ചിരുന്നു. പാർട്ടിക്കകത്ത് വളരെ കൃത്യമായ എതിർപ്പ് ഉന്നയിച്ചിരുന്നു. KM ഷാജിയുടെയും MK മുനീറിന്റെയും നേതൃത്വത്തിലുള്ള ഒരു വിങ്
അതിനെതിരെ അദ്ദേഹം തിരിച്ചു വരുന്നതിനെതിരെ MLA-മാരെ നേരിട്ട് കണ്ട് ആ തരത്തിലുള്ള ചില ക്യാമ്പയിനിങ്ങുകളൊക്കെ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തിരിച്ചുവരവ് പല കാര്യങ്ങൾ ചൂണ്ടിക്കുക. അതായത് ഒന്നിപ്പോൾ സരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ തുടർച്ചയായി ഉപതെരഞ്ഞെടുപ്പുകൾക്ക് വഴിയൊരുക്കി ഒരു രാഷ്ട്രീയ നേതാവ് ഈ തരത്തിലുള്ള തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു സാഹചര്യം. മറ്റൊന്ന്, ദേശീയ രാഷ്ട്രീയത്തിൽ അവസരങ്ങൾ തേടി ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നു, അവിടെ നിന്ന് അവസരങ്ങൾ ലഭിക്കാതെ സംസ്ഥാനത്തേക്ക് തിരിച്ചു വരുന്നു. ഇത് ലീഗ് നേതൃത്വത്തിനുണ്ടാക്കുന്ന ഒരു നാണക്കേട്. ആ തരത്തിലുള്ള പല കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് പാർട്ടിക്കുള്ളിൽ അത്ര സ്വാഗതം ചെയ്യപ്പെട്ടിരുന്നില്ല. പക്ഷേ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. കാരണം നേരത്തെ ജയശങ്കർ സൂചിപ്പിച്ചതുപോലെ മുസ്ലിം ലീഗിനെ കേന്ദ്രീകരിച്ച് ഒരു രാഷ്ട്രീയം, മുസ്ലിം ലീഗിനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയം കേരളത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്നു എന്നുള്ളൊരു സാഹചര്യമുണ്ട്. മുഖ്യമന്ത്രി തന്നെ ലീഗിനെ നേരിട്ട് കടന്നാക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ ലീഗ് ഇപ്പോൾ പ്രതിരോധത്തിലാവുകയോ അല്ലെങ്കിൽ ആ തരത്തിൽ കുഞ്ഞാലിക്കുട്ടിയെ പോലെ ഒരു നേതാവിനെ ലീഗ് തേടുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ലീഗിനകത്ത് ഉയർന്നു വന്നിരുന്ന അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിനെതിരെ ഉയർന്നു വന്നിരുന്ന എതിർപ്പുകൾ ഈ ഘട്ടത്തിൽ ഒരുപക്ഷെ അത്രത്തോളം വലിയ രീതിയിൽ ഇപ്പോൾ SFI അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു ചേരുകയാണ്. സാനു, കുഞ്ഞാലിക്കുട്ടി നിയമസഭയിലേക്ക് മത്സരിക്കാൻ പോകുന്നു. സ്വാഭാവികമായും ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് കേന്ദ്രീകരിക്കാൻ കുഞ്ഞാലിക്കുട്ടി സജീവമാകുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? ഇത് ജനങ്ങളെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. കാരണം അദ്ദേഹം MLA ആയിരിക്കുന്ന സമയത്താണ് ഈ അഹമ്മദിന്റെ മരണത്തെ തുടർന്ന് വന്ന ഒഴിവിലേക്ക് ലോക്സഭയിലേക്ക് അദ്ദേഹം മത്സരിക്കാൻ പോകുന്നു. പിന്നീട് വേങ്ങരയിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം തുടർന്ന് മലപ്പുറത്ത് മത്സരിക്കുന്നു, വിജയിക്കുന്നു. അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലേക്ക് എന്ന് പറഞ്ഞ് വീണ്ടും മത്സരിക്കാൻ വേണ്ടി നിയമസഭയിലേക്ക് മത്സരിക്കാൻ തയ്യാറാവുന്നു. ഇനി അടുത്ത ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നാൽ അദ്ദേഹം വീണ്ടും ലോക്സഭയിലേക്ക് നിയമസഭാ സീറ്റ് രാജിവെച്ച് മത്സരിക്കുമോ? രാഷ്ട്രീയപരമായി വോട്ട് കുറച്ച് അധികം ചില സ്ഥലങ്ങളിൽ നിന്ന് കരുതി അവിടെ നിരന്തരമായി ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും ചില ആളുകൾ വിജയിച്ച് കയറുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് വന്ന് മത്സരിക്കുക. അടുത്ത തെരഞ്ഞെടുപ്പ് വന്നാൽ അതിലും അടുത്തും മത്സരിക്കുക. ആ സമയത്ത് നിലവിൽ അവരെ വിശ്വസിച്ച് വോട്ട് ചെയ്തിട്ടുള്ള ജനത്തെ അവരെ പരിഹസിക്കുന്ന ഒരു സമീപനമാണ് ഇത് എന്നുള്ളതാണ് കാണേണ്ടത്. തുടർച്ചയായിട്ട് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിൽ മാറി മാറി മത്സരിക്കുന്നത്, നിയന്ത്രിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ആലോചിച്ച് പോകേണ്ടതുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പിന് ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ചേരുന്നു. ശ്രീ K. സുരേന്ദ്രൻ, PK കുഞ്ഞാലിക്കുട്ടി നിയമസഭയിലേക്ക് മത്സരിക്കുമെന്ന് ലീഗ് നേതൃത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു ഈ നടപടിയെ? തികച്ചും നിരുത്തരവാദപരമായ ഒരു നടപടിയാണ് ഈ കാര്യം. കാരണം ജനങ്ങളെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. ഒരു കൊല്ലം ലോക്സഭയിൽ ഇരിക്കുക, അവിടെ മോദിയെ നേരിടാൻ പോകുന്നു, രാഹുൽ ഗാന്ധിയോടൊപ്പം മന്ത്രിയാവാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞാണ് ജനവിധി തേടി ഡൽഹിയിലേക്ക് പോയത്. അവിടെ ഒന്നും നടക്കാതായപ്പോൾ നേരെ തിരിച്ച് കേരളത്തിലേക്ക് വരിക. എത്രമാത്രം പണച്ചെലവ്, കോടിക്കണക്കിന് രൂപയുടെ ചെലവ്, സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റാത്ത ചെലവുണ്ടാക്കുന്ന, അടിച്ചേൽപ്പിക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി ചെയ്തിരിക്കുന്നത്. കാരണം നേരത്തെ കുഞ്ഞാലിക്കുട്ടി നിയമസഭയിലേക്ക് മത്സരിച്ചതും ഇങ്ങനെയാണ്. മത്സരിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞ് നേരെ പാർലമെന്റിലേക്ക് പോകുന്നു, പിന്നെ വീണ്ടും നിയമസഭയിലേക്ക് വരുന്നു. ഇത് വളരെയധികം പരിഹാസ്യമായിട്ടുള്ള ഒരു നിലപാടാണ്. കാരണം കേരളത്തിൽ ഗവൺമെന്റ് പോയപ്പോൾ ഉടനെ എന്നാ പിന്നെ ദില്ലിയിലേക്ക് പോകാമെന്നാണ്. ദില്ലിയിലൊന്നും നടക്കാതായപ്പോൾ എന്നാ പിന്നെ വീണ്ടും കേരളത്തിലേക്ക് വരാം. ഇത് UDFന്റെ പ്രസക്തി വീണ്ടും വീണ്ടും നഷ്ടപ്പെടുത്തുന്ന ഒരു നിലയിലേക്കാണ്. മുസ്ലിം ലീഗ് UDFന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നു എന്നുള്ള ആരോപണം ശക്തമായി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പൊ ഇങ്ങനെ വന്നിരിക്കുന്നത്. കോൺഗ്രസ് നേതാക്കന്മാരും അവരുടെ നേതൃത്വവും നിഷ്പ്രഭമാവുകയാണ് കേരളത്തിൽ. UDF നിയന്ത്രിക്കുന്നത് പോലെ പാണക്കാട് തങ്ങൾ എഴുതി കൊടുക്കുന്നതും അതിനടിയിൽ ഒപ്പിടേണ്ട ഒരു ഗതികേടിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി എത്തിയിരിക്കുകയാണ്. അവരുടെ ആത്മാഭിമാനം തന്നെ നഷ്ടപ്പെടുത്തുന്ന നിലപാടാണിത്. മാത്രമല്ല, ഇത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആ മണ്ഡലത്തിലെ 10-15 ലക്ഷം വരുന്ന ജനങ്ങളെ കബളിപ്പിച്ച് അവരെ വഞ്ചിച്ച് വീണ്ടും നിയമസഭയിലേക്ക് പോവുകയാണ്. നന്ദി ശ്രീ K. സുരേന്ദ്രൻ പ്രതികരിച്ചതിന്. CV അനുമോദ് ചേരുന്നു മലപ്പുറത്ത് നിന്ന്. അനുമോദ്, ഏതൊരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ലീഗ് എത്തിച്ചേർന്നത്? ഇത്ര വേഗത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുഞ്ഞാലിക്കുട്ടി മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കാനുണ്ടായ സാഹചര്യം എന്താണ്? സരുൺ, ലീഗിന്റെ സംസ്ഥാന പ്രവർത്തക സമിതി യോഗം
കഴിഞ്ഞതിന് ശേഷമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് PK കുഞ്ഞാലിക്കുട്ടി മത്സരിക്കുന്നു എന്ന വിവരം KPA മജീദ് വ്യക്തമാക്കിയത്. കുഞ്ഞാലിക്കുട്ടി അതിനു മുൻപ് രാജിവെക്കുമെന്ന സൂചനയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെ മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിലും ഉപതെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് ലീഗ് ആഗ്രഹിക്കുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. എപ്പോൾ രാജിവെക്കുമെന്നോ അത്തരം ചോദ്യങ്ങളോട് ഒഴിഞ്ഞു മാറിക്കൊണ്ടായിരുന്നു ലീഗ് നേതൃത്വം ഈ കുഞ്ഞാലിക്കുട്ടിയുടെ തിരിച്ചുവരവിനെ കുറിച്ച് വ്യക്തമാക്കിയത്. വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യം തന്നെയാണത്. കാരണം കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. PK കുഞ്ഞാലിക്കുട്ടി കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ആളാണെന്നും അദ്ദേഹത്തിന് ലീഗിൻ്റെ പ്രധാന ചുമതല ഉണ്ടെന്നും പാണക്കാട് തങ്ങൾ വ്യക്തമാക്കിയിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് PK കുഞ്ഞാലിക്കുട്ടിക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് ചുമതല ഏൽപ്പിച്ചുകൊണ്ട് ഇപ്പോൾ യോഗം അദ്ദേഹത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നിർദ്ദേശിക്കുന്നതും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പാർലമെന്റ് സ്ഥാനം MP തുടരുക. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ശ്രീ ജോസഫ് വാഴക്കൻ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ ജോസഫ് വാഴക്കൻ, ഏതൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ലീഗ് കുഞ്ഞാലിക്കുട്ടിയെ ഇപ്പോൾ തന്നെ നിയമസഭയിലേക്ക് മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നത്? ഇത് നേരത്തെ CPM ഒക്കെ ഉന്നയിച്ച ഒരു ആരോപണത്തിന് ഇപ്പോൾ ബലം നൽകുകയല്ലേ ഈ തീരുമാനം? ആരോപണം എന്താ? ഒരു പാർട്ടിക്കകത്ത് അവരുടെ നേതാവിനെ സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിക്കുന്ന ആരെ വേണം വേണ്ട എന്നുള്ളത് അവരുടെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കും. അതിനകത്ത് എന്താണ് ആരോപണത്തിന്റെ കാര്യം എന്താ ഉള്ളത്? അത് വേറൊന്നുമില്ലാതെ ഇപ്പൊ അവര് നല്ല കാര്യം, ഇപ്പൊ അവർക്ക് ലീഗിന് അനുവദിക്കുന്ന സീറ്റിൽ അവർക്ക് ഇഷ്ടമുള്ള ആളുകളെ മത്സരിപ്പിക്കാം. ഒരു പക്ഷേ ആ പാർട്ടി കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകാൻ വേണ്ടി അദ്ദേഹത്തിന്റെ സാന്നിധ്യം. ശ്രീ ജോസഫ് വാഴക്കൻ, നേരത്തെ CPM-ഉം BJP-യും ഒക്കെ ഇപ്പോൾ ആരോപിക്കുന്ന ഒരു സംഗതി എന്താ വെച്ചാൽ ഈ MLA സ്ഥാനം രാജിവെച്ച് MP ആകുന്നു, ഇപ്പോൾ MP സ്ഥാനം രാജിവെച്ച് MLA ആകുന്നു. ഈ ഒരു പ്രവണത ജനങ്ങളെ പരിഹസിക്കുന്നതിന് തുല്യമാണെന്നാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ. അത് ആ ജോസ് കെ മാണി, അവരുടെ കൂടെയുള്ള ജോസ് കെ മാണി ഈ പണിയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം MP സ്ഥാനം രാജിവെച്ചിട്ട് ലോക്സഭ 1 വർഷം നിൽക്കുമ്പോഴാണ് അദ്ദേഹം രാജ്യസഭ സ്വീകരിച്ചത്. അത് കഴിഞ്ഞിട്ട് രാജ്യസഭ രാജിവെക്കുകയാണെന്ന് പറഞ്ഞു. ഇപ്പൊ പറയുന്നത് കേട്ട് രാജിവെക്കുന്നില്ല എന്ന് പറഞ്ഞു. മൊത്തം ജനങ്ങളെ പരിഹസിക്കുന്ന ആ ഒരു രീതിയൊന്നും ഇവിടെ തോന്നുന്നില്ല എനിക്ക്. അതാണൊരു വലിയ പരിഹാസം. അനുമോദ് തുടരുന്നു. അനുമോദ്, ഒറ്റക്കെട്ടായാണോ മുസ്ലിം ലീഗിനുള്ളിൽ ഇങ്ങനെ ഒരു തീരുമാനം ഉരുത്തിരിഞ്ഞു വന്നത്? തീർച്ചയായും ലീഗിൻ്റെ ഏകാഭിപ്രായമായിട്ടാണ് ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കാരണം നേരത്തെ തന്നെ UDF-ന് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച നേട്ടം കൈവരിക്കാൻ സാധിച്ചിട്ടില്ല. ലീഗാണ് എല്ലായിടത്തും മുൻപിൽ നിന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ലീഗിൻ്റെ ഈ മേധാവിത്വം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അതിൻ്റെ മുൻപിൽ PK കുഞ്ഞാലിക്കുട്ടി തന്നെ വേണം എന്നൊരു നിലപാടിലേക്കായിരുന്നു പാർട്ടി എത്തിയത്. ഒപ്പം തന്നെ UDF-ന്റെ ഒരു പിന്തുണ കൂടി ഈ ഒരു തീരുമാനത്തിന് പിന്നിലുണ്ടായിരുന്നു. നേരത്തെ അദ്ദേഹം കേരളത്തിലെ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നൊരു തീരുമാനമെടുത്തെങ്കിലും തദ്ദേശ ഭരണത്തിന് ശേഷം അക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്താമെന്നൊരു നിലപാടിലായിരുന്നു പാർട്ടി എത്തിയിരുന്നത്. പക്ഷേ ഇത് ഇനി കൂടുതൽ വൈകിപ്പിക്കാൻ സാധിക്കില്ല. കാരണം ഇനി കേവലം മാസങ്ങൾ മാത്രമാണുള്ളത്. കോൺഗ്രസിനെ സംബന്ധിച്ച് UDF-നെ സംബന്ധിച്ച് വലിയ തോതിൽ പ്രചാരണം നടത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. ലീഗിനാണെങ്കിൽ CPM-ന്റെ ആരോപണങ്ങളെ വലിയ തോതിൽ തന്നെ നേരിടേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിനൊക്കെ കുഞ്ഞാലിക്കുട്ടി തന്നെ നേതൃത്വം നൽകണം എന്നൊരു അഭിപ്രായം പാർട്ടിക്കുള്ളിൽ ഉണ്ട്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു അടുത്ത ഘട്ടം എന്ന നിലയിലാണ് അദ്ദേഹത്തിൻ്റെ ഈ തീരുമാനം ഇപ്പോൾ പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശരി അനുമോദ്, PK കുഞ്ഞാലിക്കുട്ടി കേരള രാഷ്ട്രീയത്തിലേക്ക് മടങ്ങിയെത്തുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുമെന്ന് ലീഗ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. സിസ്റ്റർ അഭയ കൊലക്കേസിൽ ഫാദർ തോമസ് കോട്ടൂരിന് ഇരട്ട ജീവപര്യന്തവും സിസ്റ്റർ സെഫിക്ക് ജീവപര്യന്തവും ശിക്ഷ. തോമസ് കോട്ടൂരിന് 6.5 ലക്ഷം രൂപയും സെഫിക്ക് 5.5 ലക്ഷം രൂപയും കോടതി പിഴ വിധിച്ചു. തോമസ് കോട്ടൂരിനെയും സെഫിയെയും നടപടികൾ പൂർത്തിയാക്കിയ ശേഷം കോടതിയിൽ നിന്ന് ഇറക്കി. ഇരുവരെയും ജയിലിലേക്ക് മാറ്റും. VS അനു ചേരുന്നു. അനു, ഇപ്പോൾ കോടതി നടപടികൾ പൂർത്തിയായിരിക്കുന്നു. ഇരുവരെയും ഇപ്പോൾ ജയിലിൽ എത്തിച്ചോ? സരുൺ, കോടതി നടപടികൾ പൂർത്തിയാക്കി ഇപ്പോൾ പ്രതികളെ തിരുവനന്തപുരത്തെ ജയിലുകളിലേക്ക് മാറ്റിയിരിക്കുന്നു. സിസ്റ്റർ സെഫിയെ തിരുവനന്തപുരം അട്ടക്കുളങ്ങര വനിതാ ജയിലിലും ഫാദർ തോമസ് കോട്ടൂരിനെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്കുമാണ് മാറ്റിയിരിക്കുന്നത്. രാവിലെ 11 മണിക്കാണ് ഏറെ കാത്തിരുന്ന ഈ സിസ്റ്റർ അഭയ കൊലക്കേസിലെ കേസ് തിരുവനന്തപുരം CBI പ്രത്യേക കോടതി എടുത്തത്. ഏതാണ്ട് 12 മണിയോടുകൂടി പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചുകൊണ്ടുള്ള കോടതി വിധി വന്നു. തോമസും കോട്ടൂരിന് 2 ജീവപര്യന്തം, അതായത് ഇരട്ട ജീവപര്യന്തമാണ് വിധിച്ചിരിക്കുന്നത്. കൊലക്കുറ്റത്തിനും സ്ത്രീകൾ താമസിക്കുന്ന കോൺവെന്റ് അതിക്രമിച്ചു കയറിയ കേസിൽ 1 ജീവപര്യന്തം, ഇത്തരത്തിൽ 2 ഇരട്ട ജീവപര്യന്തമാണ് തോമസും കോട്ടൂരിന് കോടതി വിധിച്ചിരിക്കുന്നത്. സിസ്റ്റർ സെഫിക്ക് ജീവപര്യന്തവും കൂടാതെ 5.5 ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. സരുൺ, VS അനുവാണ് വിവരങ്ങൾ നൽകിയത്.
പ്രിയ കവയത്രി സുഗതകുമാരിക്ക് മലയാളത്തിന്റെ അന്ത്യാഞ്ജലി. കോവിഡ് ബാധിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന സുഗതകുമാരി രാവിലെ 10:52 അന്തരിച്ചത്. കവിത കൊണ്ടും നിലപാടുകൊണ്ടും മലയാളിയെ തൊട്ടുണർത്തിയ എഴുത്തുകാരിയായിരുന്നു സുഗതകുമാരി. അമ്പലമണികൾ, രാത്രിമഴ, തുലാവർഷപ്പച്ച തുടങ്ങിയവയാണ് ശ്രദ്ധേയ കവിതകൾ. കേരള അക്കാദമി പുരസ്കാരങ്ങളും എഴുത്തച്ഛൻ പുരസ്കാരവും ലഭിച്ചു. മണ്ണിനും മനുഷ്യനും വേണ്ടിയുള്ള പോരാട്ടമാണ് സുഗതകുമാരിയെ സുപരിചിതയാക്കിയത്. 4 മണിക്ക് തിരുവനന്തപുരം ശാന്തി കവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങുകൾ. തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ ഛായാചിത്രം വെച്ച് അനുശോചനത്തിന് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. സുഗതകുമാരിയുടെ വേർപാടോടെ 7 പതിറ്റാണ്ട് നീണ്ട കാവ്യ ജീവിതത്തിനാണ് അവസാനമായിരിക്കുന്നത്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും Malayalam.news18.com സന്ദർശിക്കുക.